ദാ ഈ കാണുന്ന ചേട്ടനുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലെ ഒരു CITU പ്രവർത്തകനാണ് കേട്ടോ. അദ്ദേഹം 18 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു സൽപ്രവൃത്തി നിങ്ങൾ എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഒരു വഴിവക്കത്ത് ഒരു റോഡരികില് 70ഓളം വരുന്ന വൃക്ഷത്തൈകള് അദ്ദേഹം നട്ടു വളർത്തി പരിപാലിച്ചു. അപ്പോ അന്നത്തെ ഒരു കാലത്ത് അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിലും ഇങ്ങനെ മരം നടേണ്ടതിൻ്റെതായിട്ടുള്ള ഒരു ആശയം വന്നു. അങ്ങനെ അന്നത്തെ പഞ്ചായത്ത് അംഗമായിരുന്ന ജയൻ ചേട്ടൻ, സഖാവ് ജയൻ എന്നാണ് അദ്ദേഹത്തെ ഇവിടേക്ക് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ നെടുമ്പാൾ തൊട്ടിപ്പാള് റോഡില്, പാടം റോഡാണ്, ബണ്ട് റോഡാണ്, അതിന്റെ കരയിലായിട്ട് 70-ലധികം വരുന്ന വൃക്ഷത്തൈകള് നട്ടു. വെറും നടുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, 3 വർഷക്കാലത്തോളം തൊട്ടടുത്തുള്ള പാടത്ത് നിന്ന് വെള്ളം കുടം കൊണ്ട് മുക്കിക്കൊണ്ട് വന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ 70ഓളം വരുന്ന വൃക്ഷത്തൈകളെ ഇന്ന് വൻ മരങ്ങളായി വളർത്തിയുണ്ടാക്കിയത്. ആ മരങ്ങൾ ഇന്ന് വഴിയാത്രക്കാർക്ക് തണലേകുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ സന്ധ്യാസമയത്ത് വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അവിടെ. അത് കൂടാതെ അനേകായിരം പക്ഷി മൃഗാദികൾക്ക് ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കുന്നുണ്ട് ഈ ഒരു ബണ്ട് റോഡ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി പ്രതിഫലം ഇച്ഛിക്കാതെ 18 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ലോകം അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെ? അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഈ ഒരു കുഞ്ഞു ചാനലിലൂടെ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞങ്ങളുടെ നെടുമ്പാളിന്റെ മരമനുഷ്യനായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന്. എനിക്ക് മറ്റൊരു ചാനലും കൂടി ഉണ്ട്, വ്ളോഗൊക്കെ ഇടുന്ന മറ്റൊരു ചാനലും കൂടി ഉണ്ട്. ആ ചാനലിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ ആ ചാനലിലെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു വീഡിയോ കാണണം. അങ്ങനെ നെടുമ്പാളിന്റെ മരമനുഷ്യനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. നമ്മുടെ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ ജാവേദ് പയാങ് എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ആസാമിലെ ബ്രഹ്മപുത്ര നദീതടത്തില് സ്വന്തം കൈകൊണ്ട്, ഒരൊറ്റ മനുഷ്യന്റെ കൈകൊണ്ട് ഏക്കറുകളോളം വരുന്ന ഒരു കാട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അല്ലെ, ജാവേദ് പയാങ്. അദ്ദേഹത്തെ പോലെ, അദ്ദേഹത്തിന്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സഖാവ് ജയൻ ചേട്ടനെ കാണാം. ജാവേദ് പയാങ്കിന് 16 വയസ്സിലാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിലുദിച്ചത്. അപ്പൊ ആസാം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള വെള്ളപ്പൊക്കങ്ങളും അതുപോലെ തന്നെ വേനലിൽ കടുത്ത ചൂടും അനുഭവപ്പെടുന്നൊരു സംസ്ഥാനമാണ്. അപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള പാമ്പുകൾ ഈ ഒരു സ്ഥലത്തേക്ക്, ബ്രഹ്മപുത്ര നദീതടത്തിലേക്ക് ഒലിച്ചു വരികയും അങ്ങനെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ പാമ്പുകളൊക്കെ ഈ മണൽ പരപ്പിൽ വന്ന് കിടന്നുകൊണ്ട് അതികഠിനമായ ചൂടുകൊണ്ട് വെന്ത് മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ജാവേദ് പയാങ്കിന് വളരെയധികം വിഷമം തോന്നി. അദ്ദേഹം വനപാലകരോട് പറഞ്ഞു, ഇവിടെ ഒരു കാടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പാമ്പുകളൊന്നും ഇങ്ങനെ വെന്ത് മരിക്കില്ലായിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു ജീവി സ്നേഹി കൂടിയാണെന്ന് നമുക്ക് ഈ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഭൂമി മനുഷ്യർക്ക് മാത്രമല്ല, അല്ലെ, സ്വന്തമായിട്ടുള്ളത്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ആവാസ വ്യവസ്ഥയിൽ, ഇക്കോ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഭൂമിയിൽ നിലനിൽപ്പില്ല, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കും ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത വളരെയേറെയാണ്. അപ്പൊ ജാവേദ് പയാങ്കിന്റെ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, അന്ന് ആ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചതാണ് ഇങ്ങനെ ഒരു ആശയം, വനവൽക്കരണം എന്നുള്ളത്, കാട് വെച്ച് പിടിപ്പിക്കാമെന്നുള്ള ഒരു ആശയം. അങ്ങനെ അദ്ദേഹം അവിടുത്തെ സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട്, വനപാലകരുടെ സഹായത്തോട് കൂടിയിട്ട് കാട് വെച്ച് പിടിപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് വനപാലകർ പറഞ്ഞു, മുള മാത്രമേ ഇവിടെ വളരുള്ളൂ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മുള വെച്ച് പിടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രമം പലപ്പോഴും പരാജയപ്പെട്ടു. എങ്കിലും അദ്ദേഹം തളർന്നില്ല. വീണ്ടും പല വിധത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കഠിന പരിശ്രമം ഫലം കണ്ടു എന്നുള്ളതാണ്. അവിടെ ബ്രഹ്മപുത്ര നദീതടത്തില് വലിയൊരു കാടാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ കാട്ടില് ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. റൈനോസർ ഉണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, ആനകളുണ്ട്. ഒരൊറ്റ മനുഷ്യന്
സ്വന്തം കൈ കൊണ്ട് ഒരു കാട് നിർമ്മിക്കാമെങ്കിൽ, നമ്മളെല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഭൂമിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കമാണ്, അതുപോലെ വേനലിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഞാനിപ്പോ ഈ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലാണ്, ഇന്നലെ വരെ നല്ല മഴയായിരുന്നു, എനിക്ക് ഈ റൂമിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും കഠിനമായ ചൂടാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? തീർച്ചയായും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് നമ്മുടെ വീടുകളിൽ AC ഒന്നും വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ AC ഒരു അവിഭാജ്യ ഘടകമാണ്. ചൂടുകൊണ്ട് കുഞ്ഞു മക്കളൊന്നും ഉറങ്ങുന്നില്ല രാത്രി, അത്രയധികം കൊടും ചൂടാണുള്ളത്. അപ്പോ ഒരു സാധാരണ മനുഷ്യന് പോലും AC വീടുകളിൽ വെക്കേണ്ട ആ ഒരു കാലഘട്ടമായി മാറി എന്നുള്ളതാണ്. ചൂട് അത്രയും കഠിനമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാലമാണ്. ഇപ്പൊ നമുക്കറിയാം ജസ്റ്റ് ജൂൺ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും പലയിടങ്ങളിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, വെള്ളം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യങ്ങൾ എൻ്റെ ഈ പല ഭാഗത്തു നിന്നും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെള്ളം ഒലിച്ചു പോകാനുള്ള സാധ്യതകൾ ഇന്നില്ല എന്നുള്ളതാണ്. പാടങ്ങളൊക്കെ നികത്തിയിട്ട് അവിടെ കോൺക്രീറ്റ് കാടുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ പുഴയൊക്കെ നികത്തി, പുഴയൊക്കെ എന്താ പറയാ, അതിന്റെ വണ്ണമൊക്കെ കുറഞ്ഞ് നീർച്ചാലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുഴയുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ഭൂമിയെ തള്ളിയിട്ടതിൽ മനുഷ്യന്റെ പങ്ക് ചെറുതൊന്നും അല്ല അല്ലെ. അപ്പോ നമ്മുടെ അമ്മയായിട്ടുള്ള ഭൂമിയെ, നമുക്കെല്ലാം തരുന്ന, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തരുന്ന നമ്മുടെ ഭൂമിയെ തിരിച്ച് പരിപാലിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അല്ലെ. നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചു വന്ന എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് അടുത്ത തലമുറയിലേക്കും കൂടി കൈമാറുക എന്നുള്ളത് നമ്മുടെ ഓരോ മനുഷ്യന്മാരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ നമ്മൾ ഇവിടെ ജീവിച്ചു, ഇവിടെയുള്ളത് എല്ലാം തിന്നും കുടിച്ചും നശിപ്പിച്ചിട്ട് പോവുക എന്നുള്ളതല്ല ഒരു മനുഷ്യന്റെ കടമ. ഭൂമി നിലനിൽക്കണം. അപ്പൊ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അല്ലെ. ഈ ഒരു അവസരത്തിൽ എനിക്കൊരു കവിത പാടാൻ തോന്നുകയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ തൊഴുതു നടുന്നു. വരികളിൽ ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എങ്കിലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു കവിത കൂടി പാടാൻ എനിക്ക് തോന്നുകയാണ്. ഇത് കൂടാതെ ചില വാചകങ്ങളും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മരങ്ങൾ നട്ടു വളർത്തേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറയുന്ന ചില വാചകങ്ങളാണ്. 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം, 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു ജലാശയം, 10 ജലാശയങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. അപ്പൊ പുത്രന്മാർ അല്ലെ, മക്കള്, നമ്മുടെയൊക്കെ മക്കള് നമ്മള് വളർത്തി വലുതാക്കുന്നത് ഭാവിയിൽ നമ്മളൊക്കെ അവശരായി തീരുന്ന സമയത്ത്, വാർദ്ധക്യത്തിലേക്ക് കാല് വെക്കുന്ന സമയത്ത് നമുക്കൊക്കെ താങ്ങും തണലും ആവാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ മക്കളെ വളർത്തുന്നത്. അതുപോലെ തന്നെ ഒരു പുത്രൻ നമുക്ക് തരുന്ന ഒരു തണൽ അല്ലെങ്കിൽ ഒരു ആശ്വാസം ഒരു മരത്തിനും തരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അത്രത്തോളം ഫലം നമുക്കൊരു മരം തരും. ഫലം എന്ന് പറയുന്നത് മാവിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്ന മാമ്പഴത്തിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. വയസ്സാം കാലത്ത് നമുക്കൊന്ന് ചെന്നിരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഇളം കാറ്റായിട്ട് ചെന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മരത്തണലൊക്കെ അത് വളരെയധികം ആശ്വാസം തരുന്ന ഒരു കാര്യമാണല്ലേ. ഇന്ന് പലപ്പോഴും അങ്ങനെയുള്ള കാഴ്ചകളൊന്നും പലയിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലായിടത്തും കോൺക്രീറ്റ് കാടുകൾ നിരന്തരമായി പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു മരത്തെ വെച്ച് വളർത്തി ഉണ്ടാക്കുക, അതിൽ നിന്ന് നമ്മൾ വെച്ച മരത്തിൽ നിന്ന് ഒരു ഫലം കഴിക്കുക എന്നുള്ളതെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു വലിയൊരു കാര്യങ്ങളാണ്. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യാന്നുള്ളത് ഏറെ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കഥ ഞാൻ ഓർക്കുകയാണ് കേട്ടോ. ഒരു ചെറി ട്രീ എന്ന് പറയുന്ന റസ്കിൻ ബോണ്ടിന്റെ ഒരു കഥയാണ്. ആ കഥയിൽ റസ്കിൻ ബോണ്ട് പറയുന്നുണ്ട് കാശ്മീരിലെങ്ങോ ആണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ബാലകനാണ് ഈ കഥയിലെ കഥാപാത്രം. ആ ബാലകൻ ഒരു സീഡ് കിട്ടുകയാണ്, ഒരു വിത്ത് കിട്ടുകയാണ്. അപ്പൊ ആ വിത്തിനെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കുട്ടി കൊണ്ടുവന്ന് നടുകയാണ്. അപ്പൊ അവിടെ നമുക്കറിയാം തണുപ്പാണല്ലേ, കാലാവസ്ഥ അത്ര അനുയോജ്യമല്ല മരങ്ങളൊക്കെ വളരാനായിട്ട്. അങ്ങനെ ആ ഒരു കാലാവസ്ഥ അതിജീവിച്ച് ഈ മരം
ഈ വിത്ത് പൊട്ടി മുളച്ച് വളരുകയാണ്. അങ്ങനെ വളർന്നു വന്നപ്പോഴും ഇതിന് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നു. ഈ ചെടിയെ തിന്നാനായിട്ട് ആടുകളും മറ്റ് പശുക്കളും ഒക്കെ വന്നു. അങ്ങനെ അവരിൽ നിന്നൊക്കെ അതിജീവിച്ച് ഈ മരം വളർന്നു വലുതാവാണ്. അപ്പൊ ഈ മരത്തിൽ വളരുന്നത് ഈ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി നോക്കി കാണാണ്. അതിനെ പരിപാലിച്ചും ഓരോ ദിവസം അതിൽ ഓരോ ഇല വരുന്നതും പൂ വരുന്നതും ഒക്കെ കണ്ടുകൊണ്ട് ഈ കുട്ടിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ഈ കുട്ടിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറുകയാണ് ഈ മരം. അങ്ങനെ ഈ കുട്ടി വളരുന്നതോടൊപ്പം തന്നെ ഈ മരവും വളർന്നു വലുതായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ മരത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഈ കുട്ടി ഒരു പുസ്തകം വായിക്കുന്ന ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതൊരു വല്ലാത്തൊരു സംഭവമാണ് അല്ലെ. നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു മരം മാറുക എന്നുള്ളത്, ആ മരത്തിൽ നിന്നുള്ള ഒരു ഫലം കഴിക്കുക, അവിടെ വരുന്ന പക്ഷി മൃഗാദികളോട് സംസാരിക്കാൻ പറ്റുക, ആ തണലിൽ ഇരുന്ന ഒരു കസാരയ്ക്കൂട്ട് ഒരു പുസ്തകം വായിക്കുന്ന ഒരു രംഗം എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രം ഞാൻ ഈ പറയുന്ന ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പം ഈ ഒരു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ട്, എത്രത്തോളം പേര് ഈ വീഡിയോ മുഴുവനായി കാണുമെന്നും ഈ ഒരു ആശയങ്ങളെ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ്. അപ്പൊ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.